ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണല്ലോ അല്ലെ? ഇന്നലെ PB അംഗം രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അതിന്മേലുള്ള ചർച്ചകളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം അല്ലേ? അതെ, അവതരിപ്പിച്ചു. അതെ, ഇന്നലെ രാഘവലു പോളിറ്റ് ബ്യൂറോ അംഗം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്ന് അതിന്മേലുള്ള പൊതു ചർച്ച ആരംഭിക്കും. ഓരോ സംസ്ഥാനത്തു നിന്നും പ്രതിനിധി സംഘം അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ അവരുടെ ആ പ്രതിനിധികളെ പ്രതിനിധീകരിച്ച് എത്ര ആളുകൾ ഈ പൊതു ചർച്ചയിൽ പങ്കെടുക്കും എന്ന് ആ ഡെലിഗേഷനാണ് തീരുമാനിക്കുക. അതിൻ്റെ സംഘടനാ രീതി അതാണ്. കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലുമൊക്കെ ഇതുതന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ സമ്മേളന രീതി അതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കേരള ഡെലിഗേഷന് വേണ്ടി ഈ സംഘടനാ റിപ്പോർട്ടിന്മേൽ ആരൊക്കെയാണ് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഇന്നറിയാം. അവരായിരിക്കും ആ റിപ്പോർട്ടിന്മേലുള്ള അവരുടെ യോജിപ്പും വിയോജിപ്പും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനവും ഒക്കെ ഉണ്ടാവുക. രാജേന്ദ്രൻ, ആ സംഘടനാ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 3 വർഷ കാലയളവിൽ CPIM എന്ന പാർട്ടി രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണമായൊരു വിലയിരുത്തൽ. അതിൻ്റെ ഒരു പറയേണ്ട ഒരു കാര്യം, ഈ സംഘടനാപരമായി CPM വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്ന ചില മേഖലകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പശ്ചിമ ബംഗാൾ, അവിടെ ഭരണമാറ്റമുണ്ടായി. അതിനുശേഷം 2011 ശേഷം CPM പ്രവർത്തകർക്ക് അവിടെ പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടി ഓഫീസുകൾ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. കൂട്ടത്തോടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ത്രിപുരയിലും സ്ഥിതി സമാനമായിരുന്നു. പാർട്ടി ഓഫീസുകളെല്ലാം കയ്യേറി അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകളായി മാറ്റുന്നു. പലർക്കും തന്നെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വലിയ രീതിയിൽ സംഘടനാപരമായി തിരിച്ചു വരാൻ സാധിച്ചു. ഈ അംഗത്വം, ഈ വർഗ ബഹുജന സംഘടനകളിലെ ജനകീയ പങ്കാളിത്തം അതെല്ലാം തന്നെ വർദ്ധിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ അത് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു നറേറ്റീവിലൂടെ CPIMന്റെ ബംഗാളിലെ ഓഫീസുകളെല്ലാം വളരെ സ്വമേധയാ മറ്റു പാർട്ടികളുടെ ഓഫീസുകളായി മാറി എന്ന തരത്തിൽ. പക്ഷേ അത് യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ്. കാരണം രാഷ്ട്രീയമായി തിരിച്ചടികൾ ഉണ്ടാകാം, മുന്നേറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ, കമ്മ്യൂണിസ്റ്റുകളെ വലിയ തോതിൽ വേട്ടയാടുക, ആക്രമിക്കുക, ആ നാടുകളിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവുക, ആ രൂപത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം. പക്ഷേ അതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ പലപ്പോഴും കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമ രീതികളിൽ കാണുന്നത് അതാകെ തകർന്നടിഞ്ഞുവെന്നും ആ പാർട്ടി ഓഫീസുകളൊക്കെ മറ്റുള്ളവർ പാർട്ടി ഓഫീസും കൊണ്ട് ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറി എന്ന തരത്തിലേക്ക് പറയാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ വസ്തുത ഈ രൂപത്തിലാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതിനകത്ത്. അത് തീർച്ചയായിട്ടും ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 60കളുടെയും 70കളുടെയും തന്നെ എല്ലാമുള്ള ഈ പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥക്കാലത്തെല്ലാം സിദ്ധാർത്ഥ ശങ്കറെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ അതിക്രൂരമായ വേട്ടയാടലുകളായിരുന്നു. ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് കൂട്ടക്കൊലകൾ നടന്നിരുന്നു. അന്നും ഈ പാർട്ടി ഓഫീസുകളെല്ലാം തന്നെ പാർട്ടി ഓഫീസുകൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ബംഗാളിനെ അതിജീവിച്ചാണ് വന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നാൽ അവിടെ അതിശക്തമായ സമരങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ബംഗാളിലെ ഏറ്റവും ശക്തമായ സമരം നടക്കുന്നത് അവിടുത്തെ കലാലയങ്ങളിലാണ്. SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്നു. മാത്രമല്ല, അടുത്തിടെ ഈ അന്താരാഷ്ട്ര ശ്രദ്ധയെ ആകർഷിച്ച ഒരു വാർത്തയുണ്ട്. മമതാ ബാനർജി ഇംഗ്ലണ്ട് പോയി അവിടെ ഒരു സർവകലാശാലയിൽ പ്രസംഗം നടത്തുന്നതിനിടയിൽ അവിടുത്തെ SFIക്കാരെല്ലാവരും കൂടി കൂട്ടത്തോടുകൂടി അവിടെ പ്രതിഷേധിച്ചു. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. അന്ന് മമതാ ബാനർജി അതിനെങ്ങനെ ഇത് നിങ്ങൾ ഈ ബംഗാളിനെയാണ് അവഹേളിക്കുന്നത്. അപ്പോൾ ഈ മമതാ ബാനർജിയുടെ സ്ഥിരം ഉള്ളൊരു തന്ത്രം എന്നാൽ എതിരായ എന്ത് വിമർശനം വന്നാലും നിങ്ങൾ ബംഗാളിനെയാണ് അവഹേളിക്കുന്നത്. അവിടെ BJPക്കാർ പറയില്ലേ, നിങ്ങൾ രാജ്യദ്രോഹപരമാണ്. അതുപോലെ ഇത് ബംഗാളികളുടെ ആത്മാഭിമാനത്തെ അവഹേളിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അവിടുത്തെ ഇടതുപക്ഷ മുന്നേറ്റങ്ങളുടെ ഒരു പ്രതിഫലനം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SFI രംഗത്തും അതുപോലെ DYFI രംഗത്തും എല്ലാം തന്നെ അവിടെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇത്തരത്തിൽ അത് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞാൻ ഒരാഴ്ചയോളം ബംഗാളിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് താഴെത്തട്ടിൽ ഉണ്ടായൊരു മാറ്റം വളരെ പ്രകടമാണ്. സംഘടനാ തലത്തിലുണ്ടായ മാറ്റം എല്ലാ സ്ഥലത്തും വളരെ സജീവമായ രീതിയിൽ CPM പ്രവർത്തകരുണ്ട്. പ്രവർത്തിക്കാനെല്ലാം നിരവധി പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അത് ഒട്ടായി മാറുന്നില്ല. ഒട്ടായി മാറാതിരിക്കാനുള്ള കാരണം അവിടെ വലിയ രീതിയിലുള്ളൊരു സാമുദായിക വിഭജനം, മതപരമായി ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ രീതിയിലേക്ക്
രണ്ടുപേരും തൃണമൂൽ കോൺഗ്രസും അതുപോലെ BJPയും ശക്തമായി മാറി. അതിനെ മറികടക്കുക എന്നതാണ് അവിടുത്തെ CPM-ന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ സംഘടനാപരമായി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ CPM-ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൂലങ്കഷമായ രീതിയിൽ ചർച്ച ചെയ്യും. അതിലൊരു പ്രത്യേകത ബംഗാളിനെ അടക്കം, ബംഗാളും ത്രിപുരയും അടക്കം മുൻപ് ശക്തമായ സംഘടനാ സ്വാധീനം ഉണ്ടായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളെന്ന നിലയ്ക്കാണ് പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയത്. ബംഗാളിൻ്റെ ഒരു പൊതു സാഹചര്യം, ബംഗാളിലെ CPM-ന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ, അത് വർഗബഹുജന സംഘടനകളുടെ മികച്ച പ്രവർത്തനം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഈ സംഘടനാ റിപ്പോർട്ടിലൂടെ മനു അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിലെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾക്ക് അത് സൂക്ഷ്മമായി വിലയിരുത്താനും അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം ഏറ്റവും മികച്ച നിലയിൽ സംഘടനാ സംവിധാനമുള്ള CPM-ന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയിൽ കേരളത്തിലെ ഡെലിഗേഷന് ബംഗാളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അതിന്മേലുള്ള അവരുടെ ഇടയിലെ ചർച്ചയിൽ നിന്ന് രൂപപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാം. ഈ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഘടകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് ആശാവഹമായ പുരോഗതി ഉള്ളപ്പോഴും പുതിയ നിർദ്ദേശങ്ങൾ വെക്കാം, അല്ലെങ്കിൽ പുതിയ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും. ആ രീതിയിലെ പ്രവർത്തനാനുഭവങ്ങളിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം എങ്ങനെ പ്രചോദനമാകുന്നു, കേരളം എങ്ങനെ മാതൃകയാകുന്നു, തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ, കൂടുതൽ മികവുറ്റതാക്കാൻ, കൂടുതൽ ആളുകളെ ഇപ്പോൾ CPM ഈ പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും അധികം ഊന്നുന്നത് യോജിച്ച പോരാട്ടത്തിന് എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം. BJP ഇതര പാർട്ടികൾ, ജനാധിപത്യ പാർട്ടികൾ, ഇടതു പാർട്ടികൾ, ഇടത് ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇടതു പാർട്ടികളുടെ, വിശേഷിച്ച് CPM-ന്റെ സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളും കർമ്മ പദ്ധതികളും അങ്ങനെ തന്നെ പറയാം ഒക്കെ രൂപപ്പെടുത്തുന്ന അതിനൊക്കെ ആധാരമായ ഒന്നാണ് ഈ സംഘടനാ റിപ്പോർട്ട് എന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വൈവിധ്യമാർന്ന പ്രവർത്തന ശൈലിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു സവിശേഷത അത് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രീതികളുണ്ടാവും. അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും നിർദ്ദേശങ്ങൾ കൈമാറാനും അതിലേറ്റവും ശ്രദ്ധേയമായവ ഉൾക്കൊള്ളാനും അതിനായിരിക്കും പിന്നീട് മറുപടി പറഞ്ഞുകൊണ്ട്, ഈ പൊതു ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട്, മറുപടി നാളെയാണ് പറയുക, നാളെ രാവിലെ മറുപടി പറയും. അത് കഴിഞ്ഞ് നാളെ വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് പോകും. പുതിയ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുപ്പുണ്ടാകും. പുതിയ ജനറൽ സെക്രട്ടറി ആരാണ് എന്നറിയാം. ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ CPM-ന് ജനറൽ സെക്രട്ടറി ഇല്ല എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരിയുടെ മരണം എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസിൻ്റെ നടപടിക്രമങ്ങളാകെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സീതാറാം യെച്ചൂരി മരണപ്പെട്ടത്. അന്ന് അദ്ദേഹം ഈ കരട് പ്രമേയമൊക്കെ തയ്യാറാക്കുന്നതിനിടയിലാണ് രോഗബാധിതനായ ആശുപത്രിയിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടായത്. അതിനുശേഷം പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ എന്ന നിലയിലാണ് ആ ചുമതലയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ മധുര പാർട്ടി കോൺഗ്രസിലാണ്, 24-ാം പാർട്ടി കോൺഗ്രസിലാണ് CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ആകാംക്ഷ പൊതുവെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു. ആരാകും എന്ന തരത്തിൽ നിൽക്കുന്നുണ്ട്. പല പേരുകളും മാധ്യമങ്ങളിലൂടെയൊക്കെ അങ്ങനെ വരുന്നുണ്ട്. MA ബേബിയുടെ പേരൊക്കെ വളരെ സാധ്യത ഏറ്റവും അധികം കൽപ്പിക്കപ്പെടുന്ന നിലയിൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. മനു, തീർച്ചയായും ഞാൻ ആ സംഘടനാ റിപ്പോർട്ടിന്റെയും അവിടുത്തെ സമഗ്രമായ വിവരങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ശരത്ത്, ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി പാർട്ടി കോൺഗ്രസ് വേദിയിൽ നമുക്ക് വരണമെന്ന് തോന്നുന്നു. അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ വൈകുന്നേരം കണ്ട വലിയ ചില സാംസ്കാരിക സാന്നിധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകണം. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഒരു പാർട്ടി വേദിയിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയാത്തതാണ്. നോക്കൂ, തമിഴകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇന്നലെ പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് വരുന്നു. അവരുടെ രാഷ്ട്രീയം തുറന്നു പറയുന്നു, പാർട്ടി കോൺഗ്രസിനോടുള്ള അവരുടെ അനുഭാവം പറയുന്നു. അങ്ങനെ ഒരു എന്തുകൊണ്ടും ഈ പാർട്ടി കോൺഗ്രസ് എങ്ങനെ ശ്രദ്ധേയമാകുന്നു, അതിനെ ഏത് രീതിയിൽ മറ്റുള്ളവർ വീക്ഷിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇപ്പോൾ വെട്രിമാരൻ, ഒപ്പം തന്നെ സമുദ്രക്കനി, അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ജ്ഞാനവേൽ വരുന്നു, ഇന്നിപ്പോൾ വിജയ സേതുപതി എത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു സാംസ്കാരിക വിനിമയത്തെക്കുറിച്ച് അവിടെ നടക്കുന്നത്. പ്രകാശ് രാജ് അതെ, അവസാനം പറഞ്ഞതിലാണ്. ഇന്ന് പ്രകാശ് രാജാണ് എത്തുന്നത്. ഇന്നലെയാണ് വിജയ് സേതുപതിയെ പ്രതീക്ഷിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് എത്താനായില്ല. പക്ഷേ മനു പറഞ്ഞത് ശരിയാണ്, ഒരു വല്ലാത്തൊരു അനുഭവമാണ്. കഴിഞ്ഞ ദിവസം സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായിയും ഒക്കെ പങ്കെടുത്ത സെമിനാറിൽ കണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചു. ഇന്നലെ ഈ തിരക്കുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ ഞങ്ങളത് കാണാനായി പോയിരുന്നു. ഇവിടുന്ന് കുറച്ച് ഈ ഗ്രൗണ്ടിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഈ മൈതാനത്തിൻ്റെ
മറുതലയ്ക്കാണ്, മറുഭാഗത്താണ് ഈ സാംസ്കാരിക പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ശരിക്കും ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ അത് കാണാൻ മുഴുവൻ വരുന്നത് ഏറെയും തമിഴർ തന്നെയാണ്. ഈ മധുര നിവാസികളാകാം, മറ്റു പ്രദേശങ്ങളാകാം, കുടുംബം, സ്ത്രീകളുടെയൊക്കെ ഒരു സാന്നിധ്യം വലിയ തോതിലായിരുന്നു. വളരെ ഇവർ പറയുന്ന ഓരോ വാചകത്തിലും നിറഞ്ഞ കയ്യടികളോടെയാണ്. നമ്മൾ തമിഴകത്തെ അങ്ങനെ കണ്ടിട്ടുണ്ട്, വളരെ വൈകാരികമായി, വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അതിനോട് ഓരോ വാക്കിനോടും അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്ന ഒരാശയത്തോടും ഒരു വിമുഖത കാട്ടാതെ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രതികരിക്കുന്ന നിലയിൽ അങ്ങനെ ആ സദസ്സ് അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. സമുദ്രക്കനിയും അതുപോലെ തന്നെ വെട്രിമാരനുമായിരുന്നു ഉണ്ടായിരുന്നത്. സമുദ്രക്കനി കുറച്ചുകൂടി സരസമായി നന്നായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഇവരെല്ലാവരും പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു വല്ലാത്ത വൈകാരികമായൊരു ചുവപ്പ് എന്ന് പറയുന്നതാണ്, ചുവപ്പ് നിറം. സ്റ്റാലിനും പറഞ്ഞത് അങ്ങനെയാണ് തുടങ്ങിയത്, സമുദ്രക്കനിയും അങ്ങനെയാണ് ചുവപ്പിനോടുള്ള അതിലേക്ക് അദ്ദേഹം എത്തപ്പെട്ട. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, ഗാന്ധിവാദി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അമ്മാവൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇതിനിടയിലൂടെ സഞ്ചരിച്ച സമുദ്രക്കനിയാണ് കമ്മ്യൂണിസ്റ്റായി മാറിയതും. പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവുമായൊക്കെ ബന്ധപ്പെടുത്തി, കഥാപാത്രങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിയൊക്കെ ഇങ്ങനെ വളരെ ലളിതമായി സംസാരിക്കുന്നു. അവിടെ ഇരുന്നവർ ഓരോ മനുഷ്യരുടെയും ഉള്ളിലേക്ക്, നേരത്തെ മനു പറഞ്ഞതുപോലെ ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയിലേക്ക് വളരെ ഹൃദ്യമായി ആ തമിഴ് ഭാഷയുടെ സൗന്ദര്യത്തിൽ നിന്നൊക്കെ ഇങ്ങനെ രസകരമായി സംസാരിക്കുന്നുണ്ടായിരുന്നു.